ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മോണിറ്ററി പോളിസി കമ്മിറ്റീസ് യൂസ് ചെയ്യുന്ന കുറച്ച് മോണിറ്ററി പോളിസി ടൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്, ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഡിസ്കസ് ചെയ്തു. മേജർലി നമ്മുടെ ഡിസ്കഷൻ ഫോക്കസ് ചെയ്തത് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിലായിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ടൂൾസ് വിച്ച് ഡയറക്ട്ലി അഫക്ട് ദ ക്വാണ്ടിറ്റി ഓഫ് മണി സപ്ലൈ ഇൻ ദി എക്കണോമി. എപ്പോഴും നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഈ ഓരോ ടൂൾസും എങ്ങനെയാണ് ഇൻഫ്ലേഷൻ, എങ്ങനെയാണ് ഗ്രോത്ത്, ഈ രണ്ട് ടേമുമായി കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം. കുറെ ടൂളുകൾ നമ്മൾ പഠിച്ചു. ലാഫിന്റെ കീഴിലാണെങ്കിൽ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇനി അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു? MSF പഠിച്ചു, ബാങ്ക് റേറ്റ് ഡിസ്കസ് ചെയ്തു. ദെൻ രണ്ട് തരത്തിലുള്ള റിസർവ് റിക്വയർമെന്റ് ഡിസ്കസ് ചെയ്തു. CRR, SLR ഡിസ്കസ് ചെയ്തു. ഇനി ഗവൺമെന്റ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാതെ ഉപയോഗിക്കുന്ന വേറൊരു എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് കണ്ടു. ഓപ്പറേഷൻ ട്വിസ്റ്റ് കണ്ടു. സ്റ്റെറിലൈസേഷൻ കണ്ടു. സ്റ്റെറിലൈസേഷന്റെ കീഴിൽ വരുന്ന രണ്ട് അഡീഷണൽ ടൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫർദർ ഡിസ്കഷനിലേക്ക് കടന്നു. ഫർദർ ഡിസ്കഷനിൽ എന്താണ്, എങ്ങനെയാണ് RBI ബാങ്കിങ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് കണ്ടു. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ബാങ്ക്സിന് പെർമിഷൻ കൊടുക്കുന്നത്, മെർജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ബാങ്കിങ് മെർജറിനെ കുറിച്ച് നമ്മളൊരു ടോപ്പിക് പറഞ്ഞു, ബിഗ് ബാങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. ദെൻ നമ്മൾ എന്തിലേക്ക് മൂവ് ചെയ്തു? ബാങ്ക് നാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്തു. എന്താണ് നാഷണലൈസേഷൻ? രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് ബാങ്ക് നാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബാങ്ക് നാഷണലൈസേഷൻ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിരുന്നു എന്ത്? അൺബാങ്ക്ഡ് ഏരിയാസിലേക്ക് ആക്ടിവിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ഹൈ റിസ്ക് ഉള്ള ലോൺസ് അവൈലബിൾ അല്ലാത്ത മാർജിനൽ സെക്ഷൻസിലേക്ക് ലോണ് കിട്ടണം. ഈ മാർജിനൽ സെക്ഷൻസ് ആയ അഗ്രികൾച്ചർ, MSME, സോഷ്യൽ ഇൻഫ്ര, ഇതുപോലെയുള്ള സെക്ടേഴ്സിന് ലോണ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പുതിയൊരു ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് വിളിക്കുന്ന പേരാണ് PSL, പ്രിയോറിറ്റി സെക്ടർ ലെൻഡിങ് അല്ലെ. PSLന്റെ കീഴിൽ വരുന്ന സർട്ടൻ കാറ്റഗറി ഓഫ് ലോൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്തിലേക്ക് കടന്നു? ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞത് ലോൺ എടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഇനി ലോണ് തിരിച്ചടയ്ക്കാതിരിക്കുമ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബാങ്കിന് നമ്മൾ കൺസിഡർ ചെയ്തതിന് ബാങ്ക് ഹാവിങ് ടു അക്കൗണ്ട് ബുക്കിൽ രണ്ട് സൈഡ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് അസറ്റ് സൈഡും വേറൊന്ന് ലയബിലിറ്റി സൈഡും അല്ലെ. ബാങ്കിന്റെ അസറ്റ് എന്ന് പറയുന്നതാണ് ബാങ്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ. ഓക്കെ അല്ലേ. ബാങ്കിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസയാണ് ബാങ്കിന്റെ ലയബിലിറ്റി. ബേസിക് ഇഷ്യൂ റിഗാർഡിംഗ് ബാങ്കിങ് സെക്ടർ ഈസ് ദാറ്റ് അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച്. Most of the assets are long term in nature and the liabilities are short term in nature അല്ലെ. അപ്പൊ പലപ്പോഴും എന്തിനുള്ള സാധ്യതയുണ്ട്? ലോൺ എടുത്ത ആളുകൾ അത് തിരിച്ചടയ്ക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. Now we are going to classify the loans which are not prepaid on time. നേരത്തിന് തിരിച്ചടയ്ക്കാത്ത ലോണിന് നമ്മൾ എന്ത്, ജനറലി എല്ലാ ബുക്കുകളിലും നമ്മൾ അതിനെ വിളിക്കുക NPA അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റ്, SMA 0, SMA 1, SMA 2. ആഫ്റ്റർ 90 days ഡ്യൂ ആയതിന് 90 days അല്ലെങ്കിൽ 3 months കഴിഞ്ഞ് ജനറലി ഇറ്റ് ഈസ് കോൾഡ് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ NPA. ഓക്കെ അല്ലേ. ഇനി NPAയുടെ ഉള്ളിൽ തന്നെ നമ്മൾ അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. സ്റ്റാൻഡേർഡ് അസറ്റ് മുകളിലാണെങ്കിൽ ഇവിടെ എന്താണ് കിടക്കുന്നത്? സബ് സ്റ്റാൻഡേർഡ് അസറ്റ് അല്ലെ. അതിനുശേഷം അതിനെ നമ്മൾ ഡൗട്ട്ഫുൾ അസറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തും ഫൈനലി ലോസ് അസറ്റ് ആയിട്ട് നമ്മൾ അതിനെ. അപ്പൊ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോസ് മേക്കിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടല്ലോ ഇവിടെ. ഈ ലോസ് മേക്കിനും എന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ അതെ, എന്തുകൊണ്ടാണ് ഈ ലോസ് മേക്കിംഗ് എന്ന് ക്ലാസിഫൈ ചെയ്യാനുള്ള കാരണം പറയാം. അഗെയിൻ ബാങ്കിന്റെ പ്രോഫിറ്റ് ബുക്ക് അല്ലെങ്കിൽ ബാങ്കിന്റെ ഓഡിറ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് ഉണ്ടായിരിക്കും, ലയബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ. ഇപ്പൊ ബാങ്കിന്റെ അസറ്റ് ആണ് ലോൺ 1, ലോൺ 2, ലോൺ 3, ലോൺ 4. ഇനി ബാങ്കിന്റെ ലയബിലിറ്റി ആണ് ഡെപ്പോസിറ്റ് 1, ഡെപ്പോസിറ്റ് 2, ഡെപ്പോസിറ്റ് 3, ഡെപ്പോസിറ്റ് 4. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് കൺസിഡർ ദി സിറ്റുവേഷൻ, L3ഉം L4ഉം എന്തായിട്ട് മാറി? നോൺ പെർഫോമിംഗ് അസറ്റ് ആയി എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ കൊടുത്ത ലോണിന്റെ പ്രിൻസിപ്പലും അടയ്ക്കുന്നില്ല, ഇൻട്രസ്റ്റും അടയ്ക്കുന്നില്ല അല്ലെ. ഇപ്പൊ നിങ്ങളൊരു ബാങ്കിൽ കൊണ്ടുപോയി നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കും. ആ ബാങ്കിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് നിങ്ങൾ ചെക്ക് ചെയ്യില്ലേ? ഫൈനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ ബാങ്കിന്റെ
ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതായിരിക്കണം. പ്രോപ്പറായിട്ട് നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? കൊടുക്കുന്ന ലോണുകൾ കൃത്യമായിട്ട് തിരിച്ചു വരുന്ന ഒരു ബാങ്ക് ആണെങ്കിലാണ് ഇൻ ഫ്യൂച്ചർ ദേ ക്യാൻ പേ ബാക്ക് ടു യു, റൈറ്റ് അല്ലേ? അവർ കൊടുക്കുന്ന ലോണ് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്ന കസ്റ്റമേഴ്സ് ആണ് ഒരു ലോണെങ്കിലാണ് ആ ബാങ്കിന് ഭാവിയിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഒരു ബാങ്കിന്റെ പ്രോഫിറ്റ് ബുക്ക് നമ്മൾ നോക്കുമ്പോൾ മിക്കവാറും ലോണുകളൊക്കെ NP ആയി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇനി ഡെപ്പോസിറ്റ് ചെയ്യോ? എന്താ? ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. കുറെ ലോണുകൾ NP ആയിട്ടുണ്ടെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ ഫണ്ട് ഷോർട്ടേജ് വരാം. വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പൈസ ഹൈ റിസ്കിലാണ്. നമുക്കറിയാം DICGs ഉണ്ട്, 5 ലക്ഷം രൂപ വരെയൊക്കെ തിരിച്ചു കിട്ടും. പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നം കുറച്ച് കാലതാമസം എടുക്കില്ലേ നമുക്ക് പൈസ കയ്യിലേക്ക് കിട്ടാൻ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? NP ഒന്നും ഇല്ലാത്ത, വലിയ ബഹളവും പ്രശ്നങ്ങളും ഇല്ലാത്ത വേറൊരു ബാങ്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ഗോ ഫോർ ദി സെക്കൻഡ് വൺ, റൈറ്റ്? സോ ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് വൺസ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ലോസ് മേക്കിംഗ് ദേ വിൽ ഇറൈസ് ദീസ് ലോൺസ് ഫ്രം ദെയർ ബാങ്ക് അസറ്റ് ലയബിലിറ്റി വരുന്ന ഈ ബുക്ക് കീപ്പിംഗിൽ നിന്ന് അവരിത് റിമൂവ് ചെയ്യും. ഇപ്പൊ എന്താണ് ഈ പുതിയ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്? L1ഉം L2ഉം പ്രോപ്പർ ആയിട്ട് തിരിച്ചടയ്ക്കുന്ന ലോണുകളാണ്. ഇനി നിങ്ങൾ ബാങ്കിന്റെ ആ ബുക്ക് നിങ്ങളൊന്ന് നോക്കി എന്താണ് അഡ്വാൻറ്റേജ്? വലിയ കുഴപ്പമില്ലാതെ ഒരു ഓപ്പറേഷൻ നടക്കുന്ന ഒരു ബാങ്ക് അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ ഒരു അക്കൗണ്ട് കീപ്പിങ്ങിന്റെ പർപ്പസിനാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ലോണിനെ ലോസ് മേക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ലോസ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ആ ലോൺ എഴുതി തള്ളലല്ല. ഐ റിപ്പീറ്റ് അഗെയിൻ, ലോസ് മേക്കിംഗ് എന്ന് ഒരു ലോണിനെ ക്ലാസിഫൈ ചെയ്താൽ ആ ലോൺ എഴുതി തള്ളില്ല. അവരെന്തിനു ശ്രമിച്ചുകൊണ്ടിരിക്കും? ആ ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ബാക്കപ്പ് ആയിട്ട് മോസ്റ്റ്ലി എന്തുണ്ടായിരിക്കും? ഒരു കൊളാറ്ററൽ ഉണ്ടാവും, ശരിയല്ലേ? ആ കൊളാറ്ററൽ എങ്ങനെയില്ല ഒരു മോണറ്റൈസേഷൻ ചെയ്യാൻ നോക്കും. ഇപ്പൊ ഗോൾഡ് ആണ് പ്ലഡ്ജ് ചെയ്തിട്ടുള്ളെങ്കിൽ ഗോൾഡ് വിറ്റിട്ട് പൈസ റിക്കവർ ചെയ്യാൻ നോക്കും. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആണ് പ്ലഡ്ജ് ചെയ്തിട്ടുള്ളതെങ്കിലോ ആ പ്രോപ്പർട്ടി സെല്ല് ചെയ്ത് അതിൽ നിന്ന് എന്ത് കിട്ടുന്നോ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ അവർ റിക്കവർ ചെയ്യാൻ നോക്കും. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ലോസ് മേക്കിംഗ് എന്ന് ഒരു ലോണിനെ ക്ലാസിഫൈ ചെയ്ത് അതിനർത്ഥം ലോൺ എഴുതി തള്ളലല്ല. അതിനെന്തേലും കൊളാറ്ററൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാക്സിമം റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇതാണ് ഒരു അഡീഷണൽ പോയിന്റ് പറയാനുള്ളത് കേട്ടോ. അത് മനസ്സിലാക്കണം. നമ്മൾ കുറെ കേൾക്കാറുണ്ട് കാർഷിക കടങ്ങളൊക്കെ എഴുതി തള്ളി എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. കാർഷിക കടങ്ങൾ അല്ലെങ്കിൽ ഫാം ലോൺ വേറൊരു കാറ്റഗറിയാണ്. എഴുതി തള്ളാന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി എഴുതി തള്ളുന്നതൊന്നല്ലെങ്കിൽ ഗവൺമെന്റ് ബാങ്കുകളായിരിക്കും. ഇനി പ്രൈവറ്റ് ബാങ്കുകളാണ് എഴുതി തള്ളുന്നതെങ്കിൽ അതിന്റെ പൈസ ആര് റീക്യാപിറ്റലൈസ് ചെയ്യും? ഗവൺമെന്റ് റീക്യാപിറ്റലൈസ് ചെയ്യും. അല്ലാതെ വെറുതെ എഴുതി തള്ളുന്നതല്ല പരിപാടി. എന്തേലും കൊളാട്രൽ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി എപ്പോഴും എന്ത് ചെയ്യും? ഈവൺ ആഫ്റ്റർ ക്ലാസിഫൈങ് ഇറ്റ് ആസ് ലോസ് മേക്കിംഗ്, bank will try to recover maximum possible. Okay അല്ലേ? Let's move to what are the reasons led to high NPA. ഒബിയസ്ലി ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഞാനിവിടെ എഴുതിയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു പോയിന്റ് അല്ല. മോസ്റ്റ്ലി ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുള്ളത് പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ ഡ്യൂറിങ് കോവിഡ് ടൈമിലുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. കാരണം 2020 തൊട്ടുള്ള എന്താണ് NPA കൂടാനുള്ളതെന്നാണ് നമ്മൾ മേജർലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓരോരോ പോയിന്റ് ഞാൻ വായിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, കോസസ് ഫോർ ദി ഹൈ NPA, ലോവർ ഗ്ലോബൽ ഡിമാൻഡ്. ഇപ്പോ കോവിഡ് എന്ന് പറയുന്നത് ഗ്ലോബൽ എക്കണോമി അഫക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കോവിഡ് കഴിഞ്ഞപ്പോൾ അടുത്തത് എന്ത് വന്നിരുന്നു? റഷ്യ ഉക്രൈൻ വാർ വന്നിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇസ്രയേൽ പലസ്തീൻ വാർ നടക്കുന്നുണ്ട്. ഇനി കോവിഡിന് മുന്നാണെങ്കിൽ വേറൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ചൈന US ട്രേഡ് വാറല്ല കേട്ടോ, ട്രേഡ് വാർ. എക്കണോമിക് പോളിസീസ് തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേര്. ഇത്തരത്തില് പല ഇഷ്യൂസ് നടക്കുന്നത് കൊണ്ട് ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു 2% ഒക്കെയാണ് എക്കണോമിക് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വാസ് വേ ബിലോ വാട്ട് വി എക്സ്പെക്റ്റഡ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഗ്ലോബൽ ലെവൽ എക്കണോമിക് ഗ്രോത്ത് കുറവായിരുന്നു. എക്കണോമിക് ഗ്രോത്ത് കുറവാകുന്നതിന്റെ ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എന്താ? ഗ്ലോബലി പ്രൊഡക്ട്സിനൊക്കെ ഡിമാൻഡ് കുറവായിരിക്കും. ഇപ്പൊ ഡിമാൻഡ് കുറഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താ? ഓൾറെഡി പല കമ്പനികളും ലോൺ എടുത്തിട്ടാണ് ഒരു പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ ആണോ? മിക്കവാറും കമ്പനികളൊക്കെ ലോൺ എടുത്തിട്ടാണ് പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത്. അപ്പൊ അവരുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിലെങ്കിൽ എന്താ ഉണ്ടാവുക? they cannot repay their interest and principal. അതല്ലേ NPA.
ഓക്കെ ആണോ? പ്രശ്നമില്ലല്ലോ. ജസ്റ്റ് ഈ പോയിന്റ് പഠിച്ചാൽ മതി. ഞാൻ അതിന്റെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് ഓരോ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. സെക്കൻഡ്, സ്ലോ ഡൗൺ ഇൻ ഡൊമസ്റ്റിക് എക്കണോമി. പോസ്റ്റ് കോവിഡ്, നമുക്ക് കോവിഡിന് മുന്നുള്ള ടൈം ഇത് രണ്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ കോവിഡിന് മുന്നുള്ള ഗ്രോത്ത് ഇപ്പോഴും ഈവൺ ഇൻ 2024 നമ്മൾ റീക്യാപ്ചർ ചെയ്തിട്ടില്ല. ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. ഞാൻ പല ടൈപ്പ് റിക്കവറി നിങ്ങളെ പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? അതില് ഇന്ത്യൻ എക്കണോമിയുടെ റിക്കവറി പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കെ ഷേപ്പ് ആയിരുന്നു അല്ലെ? ഒരിക്കലും വിഒ യു അല്ല. വി ആണെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്? എക്കണോമിക് ഗ്രോത്ത് ഡിപ്പ് ചെയ്തത് സഡൻലി പണ്ടത്തെ സ്റ്റേറ്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ? പക്ഷെ ഇന്ത്യയിൽ നമ്മൾ കണ്ടത് കെ ഷേപ്പ് റിക്കവറിയാണ്. കെ ഷേപ്പ് റിക്കവറി എന്ന് പറഞ്ഞാൽ പല സെക്ടേഴ്സും പല ഗ്രോത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പാരലലി ചില സെക്ടേഴ്സിന് സ്ലോ ഡൗൺ ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈവൺ ആഫ്റ്റർ ദി റിക്കവറി ഓഫ് കോവിഡ് വി ഡിഡിൻ റീക്യാപ്ചർ ദി പോസ്റ്റ് കോവിഡ് എക്കണോമിക് ടൈം. കോവിഡിന് മുന്നുള്ള ഒരു എക്കണോമിക് ടൈമിലേക്ക് നമ്മൾ ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. ഈ കോവിഡിന് മുന്നേ കുറെ കമ്പനികൾ ലോൺ എടുത്തിട്ടുണ്ടാവില്ല ഓൾറെഡി. അതേപോലെ കുറെ ചെറുകിട MSMEസും ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്. ഇവർക്കൊന്നും പ്രോപ്പറായിട്ട് എന്തില്ല? ഡിമാൻഡ് ഇല്ല, പ്രൊഡക്ഷൻ നടക്കുന്നില്ല, സെല്ലിങ് നടക്കുന്നില്ല. അൾട്ടിമേറ്റ്ലി ദേ കനോട്ട് റീപേ ബാക്ക്. ഓക്കെ അല്ലേ? തേർഡ് വൺ, ഇൻക്രീസിങ് നമ്പർ ഓഫ് വിൽഫുൾ ഡിഫോൾട്ട്. നമ്മൾ ഭാവിയിൽ ഒരു കാര്യം കാണും, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ഫർദർ സ്ലൈഡിൽ നമ്മൾ കാണും. സാധാരണ ഇപ്പൊ ഈ ഒരു നിയമം വരുന്നതിനേക്കാളും മുന്നാണെങ്കിൽ യൂഷ്വലി ഒരു ലോൺ എടുക്കാന്ന് പറയുമ്പോൾ അവിടെ രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണുള്ളത്. ബാങ്ക് ഉണ്ട്, ഒരു കസ്റ്റമർ ഉണ്ട് അല്ലെ? ബാങ്ക് ഉണ്ട്, ഒരു കസ്റ്റമർ ഉണ്ട്. യൂഷ്വൽ മെക്കാനിസം എന്താ? ബാങ്ക് കസ്റ്റമറിന് ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യും, കസ്റ്റമർ ബാങ്കിന് ഇൻട്രസ്റ്റ് റേറ്റ് പ്ലസ് പ്രിൻസിപ്പൽ റീപേ ചെയ്യും അല്ലെ? ഇപ്പോ യൂഷ്വലി IBC 2016 മുന്നാണെങ്കിൽ ഈ കസ്റ്റമേഴ്സ് പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ ഈ ബാങ്ക് എന്ന് പറയുന്നത് എന്തിലേക്ക് കടക്കും? ആ കൊളാറ്ററിൽ നിന്ന് റിക്കവറി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നടക്കും. എന്ന് വെച്ചാൽ ഈ റിക്കവറി ചെയ്തോളൂ എന്ന് പറയുന്ന പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്? ബാങ്ക്. ബാങ്കിനെ ഞാൻ വേറൊരു വാക്ക് വിളിക്കട്ടെ, ബാങ്കിനെ ക്രെഡിറ്റർ. പൈസ കൊടുക്കുന്ന ആളെ നമ്മൾ എന്തെന്ന പേര് വിളിക്കുക? ക്രെഡിറ്റർ. കസ്റ്റമറിന്റെ പേര് അപ്പൊ എന്തായിരിക്കും? കടം വാങ്ങുന്ന ആള് അല്ലെ? നമ്മൾ ഫർദർ സ്ലൈഡിൽ കാണും, അതിന്റെ ഒരു ഇനീഷ്യൽ ടോക്കാണ്. ഇപ്പൊ ക്രെഡിറ്റേഴ്സിന് മാത്രമാണ് റിക്കവറിക്ക് വേണ്ടി അടുത്ത സ്ലൈഡിൽ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. നമ്മൾ പൈസ അടച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ബാങ്ക് ആരെ സമീപിക്കും? കോടതിനെ സമീപിക്കും. ഇയാള് പൈസ അടച്ചിട്ടില്ല, ഇയാളുടെ അസറ്റ് അല്ലെങ്കിൽ കൊളാറ്ററൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സെല്ല് ചെയ്യാൻ പോവാണ്. ആ സെല്ല് ചെയ്ത പൈസ വെച്ചിട്ട് ബാങ്ക് എന്താണ്? അവരുടെ നഷ്ടം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ യൂഷ്വലി ക്രെഡിറ്ററിന് മാത്രമാണ് ഈ ത്രൂ പ്രോസസ് അല്ലെങ്കിൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നുള്ളൂ. ഈ IBC വന്നതോടുകൂടി ക്രെഡിറ്ററിനും ഡെപ്റ്ററിനും എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്? എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്? നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ പ്ലഗ് ചെയ്തിട്ടുള്ള കൊളാറ്ററൽ സെല്ല് ചെയ്തിട്ട് പൈസ റിക്കവർ ചെയ്തോളൂ എന്നുള്ള കോടതിയെ സമീപിക്കാം. പണ്ട് ബാങ്കിന് മാത്രമേ പോകാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പൊ ആർക്ക് പോവാം? ഇൻഡിവിജ്വൽസിനും കമ്പനീസിനും മൂവ് ചെയ്യാൻ പറ്റും, ബോത്ത് ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. അപ്പൊ അവരെന്ത് ചെയ്യും? ഓൾറെഡി എടുത്ത ലോണിന്റെ പ്രസന്റ് വാല്യൂ, പ്രിൻസിപ്പലും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് അവരൊന്ന് മാച്ച് ചെയ്യും. എന്തായിട്ട്? അവരെ കൊളാറ്ററൽ ആയിട്ട് അവരൊന്ന് മാച്ച് ചെയ്യും. ആര്? ഡെപ്റ്റർ. കൊളാറ്ററിനേക്കാളും അവരെ പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും കൂടുതലാണെങ്കിൽ അവർ സിംപ്ലി എന്ത് പറയും? ഞാൻ ലോൺ അടക്കില്ല, നിങ്ങൾ എന്ത് ചെയ്തോ? കൊളാറ്ററിൽ നിന്ന് പൈസ റിക്കവർ ചെയ്തോ എന്ന് പറയും. ഇതിനെയാണ് സിംപ്ലി എന്തെന്ന് പേര് പറയാ? വിൽഫുൾ ഡിഫോൾട്ട്. മനഃപൂർവ്വം ലോൺ അടയ്ക്കാതിരിക്കുക, എന്നിട്ട് ആ അക്കൗണ്ടിനെ NPA എന്ന് ക്ലാസിഫൈ ചെയ്യിപ്പിക്കുക. നിങ്ങൾ കൊളാറ്ററൽ വിറ്റോളൂ, എനിക്ക് വിരോധമില്ല എന്ന് പറയുന്ന പരിപാടി. ഓക്കെ അല്ലേ? എക്സാമിന് എഴുതുമ്പോൾ ഒറ്റ പോയിന്റ് എഴുതിയാൽ മതി, ചരിത്രം ഒന്നും എഴുതണ്ട കേട്ടോ. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ക്ലിയർ ആവാനാണ്. ഇൻഎഫിഷ്യന്റ് ഫംഗ്ഷനിങ് ഓഫ് DRT, ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ. നെക്സ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ, അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഓക്കെ. ഗവേണൻസ് ഇഷ്യൂ, ബാങ്കിങ് സെക്ടറിന്റെ ഗവേണൻസ് ഇഷ്യൂ. എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ, നമ്മുടെ SBI അതേപോലെയുള്ള ഒരുപാട് ബാങ്കുകൾ ഉണ്ട് അല്ലെ? ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അങ്ങനെ കുറെ ബാങ്കുകളുടെ കാര്യങ്ങൾ അറിയാം. വലിയ വലിയ സ്കാമുകൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കാം. പ്രൈവറ്റ് ബാങ്കുകളിലല്ല ഈ 5000 അല്ലെങ്കിൽ 3000 കോടിയുടെ സ്കാം നടക്കാം. മിക്കവാറും സ്കാമുകളൊക്കെ നടക്കുന്നത് എന്തിലാണ്? ഗവൺമെന്റ് ബാങ്കുകളിലാണ്. എന്തായിരിക്കും കാരണം?
റീസൺ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു പർട്ടിക്കുലർ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി ഗവൺമെന്റ് ബാങ്കിലേക്ക് വരും, ഗവൺമെന്റ് ബാങ്കിന്റെ മാനേജർ അല്ലെങ്കിൽ ആരെങ്കിലും കാണും, ഇതാണ് ഞങ്ങളുടെ പ്രപ്പോസൽ, ഇത്ര കോടിയുടെ ആവശ്യമുണ്ട്. അവരത് സ്റ്റഡി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും പ്രൊജക്ട് നടക്കോ നടക്കില്ലേ, പ്രോഫിറ്റബിൾ ആണോ അൺപ്രോഫിറ്റബിൾ ആണോ എന്ന് അവർക്ക് അറിയും. ഒബ്വിയസ്ലി അവരത് റിജക്ട് ചെയ്യായിരിക്കും ബാങ്കിന്റെ സൈഡിൽ നിന്ന്. ഉടനടി എന്ത് വരും, ബാങ്ക് മാനേജറിന് കോള് വരും. ആരിൽ നിന്ന്? ഏതെങ്കിലും മിനിസ്റ്റേഴ്സിൽ നിന്നോ വേറെ ആളുകളിൽ നിന്ന് കോളുകൾ വരും. എന്താ, ഈ വന്നിട്ടുള്ള കമ്പനിക്കാര് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരാളാണ്, നീ നിർബന്ധമായും അയാൾക്ക് ലോൺ കൊടുത്തേ പറ്റൂ. ഇപ്പൊ എന്താണ് ചെയ്യാൻ പറ്റുക? ബാങ്കിന്റെ ബോർഡിന് ആ കൊടുക്കുന്ന പൈസ നഷ്ടപ്പെടുന്ന അറിഞ്ഞിട്ട് അവരെന്ത് ചെയ്യേണ്ടി വരും? ലോൺ കൊടുക്കേണ്ടി വരും. ഇതാണ് കാലാകാലങ്ങളായിട്ട് നീരവ് മോദിയുടെ കേസിലാണെങ്കിലും പിന്നീട് വരുന്ന, അതിന് മുന്നാണെങ്കിൽ വിജയ് മല്യയുടെ കേസിലൊക്കെ സംഭവിച്ചത്. മിക്കവാറും കാശ് പോയിട്ടുള്ളത് ആരെയാണ്? ഗവൺമെന്റ് ബാങ്ക്സിനെയാണ്. ഇത്തരത്തിലുള്ള ഇഷ്യൂസിന് ജനറലി വിളിക്കുന്ന പേരാണ് ഗവേണൻസ് ഇഷ്യൂസ്. ഓക്കെ അല്ലേ? ഒന്ന് റിപ്പീറ്റ് ചെയ്ത്, വാട്ട് ആർ ദ കോസസ് ഫോർ ഹൈ NPA? Lower global demand, slowdown in domestic economy, increasing number of willful default, inefficient functioning of debt recovery tribunal, governance issues. Okay.